ആദ്യമേ പറയട്ടെ, റസൽ ഷാഹുലിൻ്റെ രുചിമീൻ സഞ്ചാരം മലയാളത്തെ സംബന്ധിച്ച് സമാനതകളില്ലാത്ത ഒരു കൃതിയാണ്. ഇതിൽ ഉത്സുകനായ ഒരു സഞ്ചാരിയുണ്ട്, അന്വേഷണ കുതുകിയായ ഒരു ഫോക്ലോറിസ്റ്റുണ്ട്, ഒരു പാചക വിദഗ്ധനുണ്ട്, ഒരു ഭക്ഷണപ്രിയനുണ്ട്, ഒപ്പം പ്രഗത്ഭനായ ഒരു ഫോട്ടോഗ്രാഫറും. ഈ താല്പര്യങ്ങളുടെ എല്ലാം ഒരു സമ്മിശ്രതയാണ് രുചിമീൻ സഞ്ചാരം പ്രതിഫലിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ വടക്കേ അറ്റം തൊട്ട് തെക്കേ അറ്റം വരെയുള്ള മീനുകളെ ഈ കൃതി പരിചയപ്പെടുത്തുന്നു. ഒപ്പം പരമ്പരാഗത രീതിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന ഗ്രാമീണരായിട്ടുള്ള മീൻപിടുത്തക്കാരെ തനത് രുചികളിൽ പാചകം ചെയ്യുന്നവരെ, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിലുള്ള വ്യക്തികളെ, ആൾക്കാരെ ഈ കൃതിയിലൂടെ റസൽ അവതരിപ്പിക്കുന്നു. കൊതിപ്പിക്കുന്ന ഒരു യാത്രയുടെ ഉപലബ്ധിയാണ് ഈ പുസ്തകം. ഇങ്ങനെ ഒരു യാത്ര റസലിന് സാധ്യമാകുന്നത് റസൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പിന്തുണ കൊണ്ടുകൂടിയാണ്. പക്ഷേ നിരന്തരമായിട്ടുള്ള യാത്രയും അന്വേഷണവും നടത്താനുള്ള ഒരു മനസ്സ് ഇതിലാകെ സ്പന്ദിച്ച് നിൽപ്പുണ്ട്. വളരെ ഹൃദ്യമായിട്ടുള്ളൊരു ഭാഷയിൽ തൻ്റെ അനുഭവങ്ങൾ വിവരിക്കാനും അനുവാചകരെ ഒപ്പം കൊണ്ടുപോകാനും റസലിന് കഴിയുന്നു. ആ നിലയ്ക്ക് ഈ പുസ്തകം അവതരിപ്പിച്ച ആളെന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമായിരുന്നു അത്. ഇപ്പോഴീ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. വളരെ വളരെ സന്തോഷം. രുചി മീൻ സഞ്ചാരം വളരെ ആകർഷകമായ തലക്കെട്ടിൽ പ്രിയ സുഹൃത്ത് മലയാള മനോരമയുടെ ചീഫ് ഫോട്ടോഗ്രാഫർ റസൽ ഷാഹുൽ രചിച്ച പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് നമ്മളുള്ളത്. വളരെ വ്യത്യസ്തം എന്ന് പറയാനൊരു കാരണം, സഞ്ചാര സാഹിത്യ ശാഖയിൽ ഇത്തരത്തിൽ ഒരു പുസ്തകമില്ല എന്നുള്ളത് കൊണ്ടാണ്. വളരെ ആദരണീയനായ മിസോറാം ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ളയാണ് ഈ ചടങ്ങിൽ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത്. പുസ്തകം സ്വീകരിക്കുന്നത് ദേശീയ മത്സ്യ കോൺഗ്രസിന്റെ പ്രസിഡന്റ്, ദേശീയ പ്രസിഡന്റും പാർലമെന്റ് അംഗവുമായ TN പ്രതാപനാണ്. CV ബാലകൃഷ്ണനാണ് അവതാരിക, എഴുത്തുകാരൻ. മറ്റ് ധാരാളം അതിഥികൾ, വലിയ അതിഥികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. MA ബേബി അദ്ദേഹം പങ്കെടുക്കുന്നു. ശ്രീ അബ്ദുൾ സമദാനി ഈ ചടങ്ങിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. എഴുത്തുകാരൻ ശ്രീ M മുകുന്ദനുണ്ട്. മലയാള മനോരമയുടെ തൃശൂർ ചീഫ് ന്യൂസ് എഡിറ്ററായ ശ്രീ PA കുര്യാക്കോസ് ഈ ചടങ്ങിലുണ്ട്. പ്രമുഖ സഞ്ചാര സാഹിത്യകാരൻ, ഒപ്പം സഞ്ചാര പദങ്ങളിലെല്ലാം മലയാളികൾക്കെല്ലാം സുപരിചിതനായ സന്തോഷ് ജോർജ് കുളങ്ങരയുണ്ട്.
മാന്ത്രികൻ ഗോപിനാഥ് മുതുകാടുണ്ട്, ചലച്ചിത്ര ഛായാഗ്രാഹകനായ ശ്രീ വേണു, ചലച്ചിത്ര പ്രവർത്തകരായ സംവിധായകരായ ശ്രീ ജോയ് മാത്യു, ശ്രീ ലാൽ ജോസ്, നടന്മാരായ ജയസൂര്യ, ബിജു മേനോൻ. ഒപ്പം മനോരമയുടെ ട്രാവലർ മാഗസിനിലാണ് ആദ്യമായിട്ട് റസലിന്റെ കുറിപ്പ് വന്നത്. അതിന്റെ ചുമതലക്കാരൻ ബിനോയ്. അങ്ങനെ നിരവധി പേർ പങ്കെടുക്കുന്ന വലിയ ഒരു ചടങ്ങാണ്. ഈ ചടങ്ങ് ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു സവിശേഷത, എസ്.കെ. പൊറ്റക്കാടിന്റെ നാടാണ് കേരളം. എല്ലാവർക്കും സഞ്ചാര സാഹിത്യം ഇഷ്ടമാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവർ ധാരാളം സഞ്ചാര സാഹിത്യ കൃതികൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തം എന്ന് പറയാൻ ഒരു കാരണം, സഞ്ചാര സാഹിത്യത്തിന്റെ ഒരു സവിശേഷത, ഒരു ശൈലി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന നാട് അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന വഴികൾ, ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അത് സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലുള്ള ആളുകൾ വളരെ മനോഹരമായി നിർവഹിക്കുന്നുമുണ്ട്. പക്ഷെ ഈ പുസ്തകത്തിന്റെ ഒരു സവിശേഷത, മത്സ്യമാണ് കഥാനായകൻ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആ വലിയ ഒരു ഭാഗത്ത് റസൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ പ്രദേശത്തും പോകുന്നു. അവിടെയുള്ള നാടൻ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുകയല്ല, മറിച്ച് അതിന്റെ രുചിക്കൂട്ടുകൾ എങ്ങനെയൊക്കെയാണ് അത് നിർമ്മിക്കുന്നത്, അതായത് പാചകം ചെയ്യുന്നത് എങ്ങനെയാണ്, അടുക്കളകളിൽ പോയിട്ട് ഇതിന്റെ കൂട്ടുകളെല്ലാം പറഞ്ഞ് വളരെ രസകരമായിട്ട്. നമ്മളൊക്കെ മത്സ്യം ഇഷ്ടപ്പെടുന്നവരല്ലേ, ഈ ചടങ്ങിന്റെ എത്തിയവരൊക്കെ മത്സ്യത്തെ ഇഷ്ടപ്പെടുന്നവരാണ്, പ്രത്യേകിച്ച് മലയാളികളാവുമ്പോൾ. റസൽ ആലപ്പുഴക്കാരനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി താല്പര്യം മത്സ്യങ്ങളോടുണ്ടാവും. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു പുസ്തക പ്രകാശനമാണ്. ആ പ്രകാശന ചടങ്ങിൽ അധ്യക്ഷന്റെ റോളാണ് എനിക്കുള്ളത്. എന്തായാലും കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മളൊക്കെ ഈ വിശേഷങ്ങൾ കേട്ടും വായിച്ചും അറിയാൻ പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ റസലിനെ അനുമോദിക്കുന്നതിനൊപ്പം തന്നെ കറന്റ് ബുക്സ് ഇതിനായിട്ട് രംഗത്ത് വന്നു. ബിനോയ് വളരെ ശക്തരായിട്ട് ഇതിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും മാധ്യമപ്രവർത്തകർ, റസൽ അറിയപ്പെടുന്ന മാധ്യമ ഫോട്ടോഗ്രാഫറാണ്. മലയാള മനോരമ അദ്ദേഹം ധാരാളം നിരവധി പുരസ്കാരങ്ങൾ, സംസ്ഥാന അവാർഡുകൾ ഉൾപ്പെടെയുള്ള നേടിയ ഒരു ഫോട്ടോഗ്രാഫറാണ്. അതുകൊണ്ട് ആ ഫോട്ടോഗ്രാഫറുടെ ആംഗിളിൽ നിന്നും അദ്ദേഹം ഒരു സഞ്ചാര സാഹിത്യത്തിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മുടെ സഞ്ചാര സാഹിത്യ ശാഖയിൽ വളരെ സവിശേഷമായ ഇടം നേടുന്ന ഒരു പുസ്തകമാണ് ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ബഹുമാനത്തോടുകൂടി പ്രിയപ്പെട്ട ശ്രീധരൻ പിള്ളയെ ക്ഷണിക്കുന്നു. ഒപ്പം കോപ്പി സ്വീകരിക്കാനായിട്ട് TN പ്രതാപനെയും ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബഹുമാന്യരെ, നമസ്കാരം. പ്രശസ്ത ഫോട്ടോഗ്രാഫറായ റസൽ ഷാഹുലിന്റെ രുചിമീൻ സഞ്ചാരമെന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഇവിടെ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. രുചിമീൻ സഞ്ചാരം ഒരു വ്യതിരിക്തമായ, വ്യത്യസ്തമായ പുസ്തകമാണ്. അത് നമ്മുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പന്താവ് അത് വെട്ടിത്തുറക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ സംരംഭം നമ്മുടെ സാഹിത്യ മേഖലയിൽ വരും നാളുകളിൽ ഇത്തരത്തിൽ പല മേഖലകളോടും ബന്ധപ്പെട്ട് അക്കാദമിക് തലത്തേക്കാൾ കൂടുതലായി അനുഭവങ്ങളുടെ സാക്ഷ്യപത്രവുമായി ഒരു സഞ്ചാര സാഹിത്യത്തോട് ബന്ധപ്പെട്ട് മറ്റു മേഖലകളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പുതിയ രചനകൾ സൃഷ്ടിക്കപ്പെടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. റസൽ ഷാഹുൽ മലയാള മനോരമയിലെ സീനിയർ ഫോട്ടോഗ്രാഫറാണ്. മലയാള മനോരമ പല സവിശേഷതകളുമുള്ള ഒരു മലയാളിയുടെ ദിനപത്രമാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഫോട്ടോഗ്രാഫിയുടെ മേഖലയിലും അവരുടെ അമൂല്യമായ സംഭാവനകളെ പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. മനോരമയിലെ വിക്ടർ ജോർജ്, മുസ്തഫ, ടി നാരായണൻ തുടങ്ങി ഒട്ടേറെ ആളുകൾക്ക് ആ മേഖലയിൽ കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടം, ആ മേഖലയ്ക്ക് വേണ്ടിയുള്ള അവരുടെ സംഭാവനകൾ നമ്മൾ മലയാളികൾ എല്ലാവരും ഓർക്കേണ്ടതായിട്ടുണ്ട്. ശ്രീ ടി നാരായണൻ, ഞാൻ കോഴിക്കോട് അഭിഭാഷകനായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്റ്റീജായ കുടുംബത്തോട് ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടി കേസ് നടത്താൻ എനിക്ക് അവസരം ലഭിച്ചു. ഞാനന്ന് ക്രിമിനൽ ലോയർ ആയിരുന്നെങ്കിലും അദ്ദേഹം എന്നെ നിർബന്ധിച്ച് സിവിൽ കോടതിയിൽ ആ കേസ് നടത്തി അദ്ദേഹത്തിന് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ സാധിച്ച
നാരായണേട്ടനെ ഞാൻ ഓർക്കുകയാണ്. നാരായണേട്ടനെ ഞാൻ ഓർക്കാനുള്ള കാരണം നമ്മുടെ ഇന്ത്യ ചരിത്രത്തിന് തന്നെ മനോരമ 1967 ഒരു അമൂല്യമായ സംഭാവന നൽകിയത് കൊണ്ടാണ്. ആ ഫോട്ടോ ശ്രീ ടി നാരായണൻ എടുത്തതായിരുന്നു. ഇന്നത്തെ പോലെ ഫോട്ടോഗ്രാഫി ആ മേഖല വികസിക്കാത്ത ഒരു കാലഘട്ടത്തിൽ 67 പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ഇന്ത്യ ഭരിക്കുന്ന രാജനൈതിക സംവിധാനത്തിൻ്റെ താത്വിക ആചാര്യനായി എല്ലാമെല്ലാമായി കരുതപ്പെടുന്ന അദ്ദേഹം കോഴിക്കോട് അന്നത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ 14ാമത് അഖിലേന്ത്യാ സമ്മേളനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ 41ാം ദിവസം മുഗൾസരായ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് റെയിൽപ്പാളത്തിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ് മറ്റുള്ള ആളുകൾ കണ്ടത്. പക്ഷെ നാരായണേട്ടൻ അന്ന് എടുത്ത ഒരു ഫോട്ടോ, ആ ഫോട്ടോ ദീനദയാൽജിയുടെ ഫോട്ടോ, അത് ചരിത്ര സ്മാരകമായി BJPയുടെ അതുപോലെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ആ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ എല്ലാ മേഖലകളിലും പ്രമുഖ സ്ഥാനം പിടിച്ചിട്ടുള്ളതായി ഡൽഹിയിലും മറ്റും എത്തിയ അവസരത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ മുസ്തഫ വാജ്പേയിജിയുടെ കുക്കിങ്ങിൻ്റെ ഫോട്ടോ എടുത്തത്. ഇപ്പോഴ് റസൽ ഷാഹുലിനെ സംബന്ധിച്ചും ഒരു വ്യതിരിക്തനായ ഫോട്ടോഗ്രാഫർ, ഒരു വ്യതിരിക്തനായ സാഹിത്യകാരൻ, തൻ്റേതായ പുതുമ സമാജത്തിന് വേണ്ടി നൽകാൻ സാധിക്കുന്ന ആളായി മാറിയതിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനും അദ്ദേഹത്തിൻ്റെ അഭ്യുകാംക്ഷികൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും തീർച്ചയായും അഭിമാനിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അഭിബന്ധനായ പിതാവ് പൂച്ചാക്കൽ ഷാഹുൽ നല്ലൊരു ഗാനരചയിതാവും കവിയുമാണ്. ആലപ്പുഴ ജില്ലയിലാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പൈതൃകമുള്ള ആളായതുകൊണ്ടാവാം ഇപ്പോഴ് ഈ പുസ്തകം അത് സമർപ്പിച്ചിട്ടുള്ളത് നമ്മുടെ നാടിനെ നടുക്കിയ കഴിഞ്ഞ കൊല്ലത്തെ പ്രളയത്തിൽ രക്ഷകരായി തീർന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റസൽ ഷാഹുലിൻ്റെ മനസ്സിൻ്റെ മഹത്വമാണ് വിളിച്ചോതുന്നത്. ഷാഹുൽ എന്ന വാക്കിനർത്ഥം ഏത് മേഖലയിലും കേമനെ ഉദ്ദേശിക്കുന്ന അർത്ഥമാണ് അതിനുള്ളത്. രാജാവ്, ചക്രവർത്തി എന്നൊക്കെ അതിന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഷാഹുൽ വാസ്തവത്തിൽ ഫോട്ടോഗ്രാഫിയിൽ അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിയോട് ബന്ധപ്പെട്ട് മികച്ച ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളായി, പ്രത്യേകിച്ച് പ്രസ് ഫോട്ടോഗ്രാഫറായി ചരിത്രം അദ്ദേഹത്തെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴ് രസമുകുളങ്ങളെ തേടിയുള്ള ഒരുതരം അനന്തമായ യാത്ര, കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഏതാണ്ട് 4500-5000 കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരു 1.5 കൊല്ലക്കാലത്തെ തപസ്, ആ തപസ്സിലൂടെ അദ്ദേഹം എഴുത്തിൻ്റെ മേഖലയിൽ 2 കാര്യങ്ങൾ അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ സാധിച്ചിരിക്കുന്നു. ഒന്ന്, ഇരുത്തമുള്ള കഴിവുള്ള ഒരു പ്രതിഭയായ എഴുത്തുകാരനാണെന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രാഥമികമായ വിലയിരുത്തൽ. മറ്റൊരു സവിശേഷത, ഒരു പുസ്തകം, ഈ തരത്തിലൊരു പുസ്തകം നമ്മുടെ ഗ്രന്ഥരചനാ മേഖലയിൽ തന്നെ ആദ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ശ്രമിച്ചു നോക്കിയപ്പോൾ എന്തായാലും മലയാളത്തിൽ ആദ്യമാണ്, മറ്റു ഭാഷകളിലും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു പുസ്തകം, അത് ട്രാവലോഗാണ്, അത് കുക്കിംഗ് ബുക്കാണ്, അത് ജീവിതത്തെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ പറ്റിയും അതിൻ്റെ പ്രത്യേകതകളെ പറ്റിയും എല്ലാം അതിൻ്റെ ഉള്ളടക്കത്തിൽപ്പെടുന്നു. അതോടൊപ്പം ഒരു പാലറ്റബിൾ റിസർച്ച്, രുചിയുടെ വകഭേദങ്ങൾ തേടിയുള്ള ഒരു റിസർച്ച് കൂടി നമുക്ക് ആ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നു. ഇതെല്ലാം ഒന്നിച്ച് കൂട്ടിയിണക്കിയ ഒരു പുസ്തകം ആകർഷകമായ തരത്തിൽ, വായിക്കത്തക്ക തരത്തിൽ
അദ്ദേഹം സമൂഹത്തിന് സമർപ്പിച്ചു എന്നുള്ളത് തീർച്ചയായും അനുമോദനാർഹമാണ്, ശ്ലാഘനീയമാണ്. ഞാൻ അദ്ദേഹത്തെ എല്ലാ മലയാളികൾക്ക് വേണ്ടിയും അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരു പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഫോട്ടോഗ്രാഫിയിൽ അദ്ദേഹത്തിൻ്റെ പ്രാമുഖ്യം, അദ്ദേഹത്തിന് ആ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരണമായി സമൂഹം അംഗീകരിക്കത്തക്കവണ്ണം വിജയിച്ച ഒരാൾ ഇപ്പോൾ ഈ പുസ്തകം കൊണ്ട് തന്നെ താൻ പ്രതിഭയാണ്, എഴുത്തിൻ്റെ മേഖലയിലും പ്രതിഭയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയാൻ ഇടയായെന്ന് ചോദിച്ചാൽ, പ്രതിഭകളെ പറ്റിയുള്ള നമ്മുടെ പ്രാചീന ഭാരതത്തിൻ്റെ സങ്കല്പം നോക്കുമ്പോൾ ഗരുഡ ദൃശ്യം, ഗരുഡനെ പോലെ ആകാശത്ത് പറന്നു നടക്കുന്ന ഗരുഡൻ സൂക്ഷ്മദൃഷ്ടിയോടെ താഴെയുള്ളതെല്ലാം കണ്ടറിയുകയും ഒപ്പിയെടുക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ണുകളും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള പ്രതിഭയും എഴുത്തിൻ്റെ മേഖലയിലും ഈ ഗരുഡ ദൃശ്യം പ്രതിഫലിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പുസ്തകം വിജയിക്കാൻ ഇടയായിട്ടുള്ളത്. ഞാനൊരു പന്താവെന്ന് പറയാൻ കാരണം, ഈ ഒരു ശൈലിയിൽ ഇനിയും ആളുകൾ എഴുതും. അങ്ങനെ എഴുതുന്ന അവസരത്തിൽ ഏറ്റവും ഒടുവിലായി നമ്മുടെ ശാസ്ത്രം എത്തിപ്പെട്ടിട്ടുള്ള, പ്രത്യേകിച്ച് മനഃശാസ്ത്രം എത്തിപ്പെട്ടിട്ടുള്ള ഒരു മേഖല മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ളതാണ്. അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിയുടെ പ്രൊഫസറായിരുന്ന ഹൊവാർഡ് ഗാർഡനർ, അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ തിയറിയാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. അദ്ദേഹം പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ഇൻ്റലിജൻസ്, അദ്ദേഹത്തിൻ്റെ പ്രതിഭ, ആ പ്രതിഭ മൾട്ടിപ്പിളാണ്, ഒരു തലത്തിലല്ല. നമ്മൾ ഒരു തലത്തിൽ മാത്രം, ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ല എന്ന് പറഞ്ഞുള്ള ശ്രദ്ധേയമായ 83 അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം, അദ്ദേഹത്തിൻ്റെ റിസർച്ച് ഇന്ന് പരക്കെ ലോകം അംഗീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വസാഹിത്യകാരനായ ടോൾസ്റ്റോയി ഓരോ വ്യക്തിയും ഒരു പ്രപഞ്ചമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഐൻസ്റ്റൈൻ ഓരോ വ്യക്തി മരിക്കുമ്പം ഒരു പ്രപഞ്ചം നശിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ ഭാരതീയ കാഴ്ചപ്പാടിൻ്റെ പഴയകാലം ഋഷീശ്വരന്മാർ തുടങ്ങിയുള്ളവർ പറഞ്ഞതുപോലെ പ്രതിഭകളായിത്തീരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മർമ്മടഭട്ടൻ്റെയും മറ്റുമൊക്കെയുള്ള പ്രയോഗങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് ആ തരത്തിൽ ഉള്ള ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉള്ള ജീനിയസായി ഞാൻ റസൽ ഷാഹുലിനെ കാണുന്നു. അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളെല്ലാം വായിച്ചപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു വിദൂര പ്രദേശത്ത്, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വടക്ക് കിഴക്കേ മേഖലയിലുള്ള സംസ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ വായിലൂടെ വെള്ളമൂറി എന്ന് പറയാൻ ഞാൻ മറച്ചു വെക്കുന്നില്ല. കാരണം ഞാൻ പൊതുവിൽ എൻ്റെ ഭക്ഷണത്തിൽ ചെങ്ങന്നൂക്കാരനായതുകൊണ്ട്, വെൺമണിക്കാരനായതുകൊണ്ട് മത്സ്യം, മീൻ എൻ്റെ ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എത്തിയപ്പോൾ 100% ജനങ്ങളും നോൺ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളൊരു സംസ്ഥാനത്താണ് ഞാനിപ്പോൾ ഗവർണറായിരിക്കുന്നത്. മത്സ്യം ഇവിടെ ലഭിക്കും, ജനങ്ങളുടെ ആഹാരക്രമത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇവിടെയുള്ള മത്സ്യം പാചകം ചെയ്യുമ്പോൾ പ്രത്യേക തരത്തിലാണ്, മസാല ഉപയോഗിക്കാത്ത അത്തരത്തിലുള്ള പാചകമായതുകൊണ്ട് എനിക്ക് പൊതുവിൽ അതിനെ ഒരു വലിയ ടേസ്റ്റോടു കൂടി അങ്ങനെ മത്സ്യം കഴിക്കുന്ന ഒരാളായിട്ട് ഇവിടെ എനിക്ക് മാറാൻ സാധിക്കുന്നില്ല എന്നതാണ് ദുഃഖ സത്യം. പക്ഷെ നമ്മുടെ കേരളത്തിൽ കപ്പയും മീനും സമീകൃത ആഹാരമാണ്. അതൊരു ലക്ഷറിയസ് ഫുഡായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നു. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു മീൻകറിയാണ് അവൻ്റെ ഏറ്റവും വിശിഷ്ട ഭോജനം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൂരുവലയെടുത്ത് അല്ലെങ്കിൽ കലക്കവെള്ളത്തിൽ, പുതുവെള്ളത്തിൽ ഊപ്പയും മറ്റും ധാരാളം മത്സ്യങ്ങൾ, പല ഭേദങ്ങൾ വരുന്ന അവസരത്തിൽ എൻ്റെ ഗ്രാമത്തിലൊക്കെ അങ്ങനെ കിട്ടുന്ന ആൾ
അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും. എൻ്റെയൊക്കെ വീട്ടിലത് കിട്ടാറുണ്ട്. അത് വറ്റിച്ചും അത് കഴുകിച്ചും ഒക്കെ കഴിച്ചത്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇതെല്ലാം റസൽ ഷാഹുൽ എഴുതി വെച്ചത് വായിക്കുമ്പോൾ എനിക്കിപ്പോൾ അത് ലഭിക്കുന്നില്ല. കേരളത്തിലെത്തി അതൊക്കെ കഴിക്കാനുള്ള ആഗ്രഹം എനിക്ക് നിയന്ത്രിക്കാനാവാത്തൊരു വികാരം എന്നിൽ സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരുതരം ഗൃഹാതുരത്വം ഈ പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് കാറ്റുമീനും മറ്റും എൻ്റെ ഓർമ്മയിലേക്ക് എത്തുകയാണ്. അന്യം നിന്ന് പോകുന്ന ഒരു സംസ്കാരം നാട്ടുമ്പുറത്തൊക്കെ ഈ മത്സ്യമൊരു ആളുകളെ കോർത്തിണക്കുന്ന ഒരു മഹാസംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. കിട്ടിയാൽ മീൻ കിട്ടിയാൽ, ഇപ്പോൾ കർക്കിടക മാസത്തിലും മേടമാസത്തിലും ഒക്കെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അന്യോന്യം ഒരു സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായിട്ട് പോലും കൊടുക്കും. അവിടെയാണ് ഈ പുസ്തകം വായിക്കുന്ന അവസരത്തിൽ ഓരോ സ്ഥലത്തും മത്സ്യം. ഞാൻ പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ ജനിച്ചു വളർന്ന 20 വയസ്സ് വരെ, അതിനുശേഷം ലോ കോളേജിൽ ചേർന്ന് കോഴിക്കോട്ടായി. പിന്നീട് 2001 മുതൽ കൂടുതലും ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ആയതുകൊണ്ട് എറണാകുളത്ത് ഓഫീസും വീടുമൊക്കെയായി. ഇങ്ങനെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഈ 3 പ്രദേശങ്ങളിലും ജീവിതത്തിൻ്റെ ഏതാണ്ട് ഒരു 3 ഘട്ടങ്ങളായിട്ട് ഏതാണ്ട് തുല്യ പീരീഡ് ഈ 3 സ്ഥലങ്ങളിലും ജീവിക്കാനും അവിടുത്തെ ഭക്ഷണക്രമങ്ങളോട് പൊരുത്തപ്പെടാനും സാധിച്ച ആളായതുകൊണ്ട് മത്സ്യത്തെ സംബന്ധിച്ചിടത്തോളം, മീൻ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രുചിഭേദങ്ങളും കൂട്ടുകളും ഒക്കെയാണ്. ഇതെല്ലാം ഒപ്പിയെടുത്ത് ഇത്രയും മനോഹരമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഈ രുചിമീൻ സഞ്ചാരം യഥാർത്ഥത്തിൽ നമുക്കൊരു വലിയ നിധി പോലെ എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഒരു പുസ്തകം നമ്മുടെ സാഹിത്യ മേഖലയിൽ, എഴുത്തിൻ്റെ മേഖലയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലെ ജലാശയങ്ങളും അവിടെ ഈ മീൻപിടുത്തവും അതോട് ബന്ധപ്പെട്ട ജീവിതശൈലികളുമെല്ലാം അതെല്ലാം അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഓർമ്മ പുസ്തകമായി പുതിയൊരു സരണി വെട്ടിത്തെളിച്ച റസൽ ഷാഹുലിനെ ഞാൻ അനുമോദിക്കുകയും അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം മലയാളി 2 കൈ നീട്ടി സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇത് ജനങ്ങൾ നല്ല നിലയിൽ ഇതിന് പ്രോത്സാഹനം നൽകണമെന്ന അഭ്യർത്ഥനയോടൊപ്പം DC ബുക്സ് ഇതിൻ്റെ ലേഔട്ട്, ഇതിൻ്റെ ഡിസൈൻ എല്ലാം നന്നായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ DC ബുക്സിനെയും അഭിനന്ദിക്കുകയാണ്. റസൽ ഷാഹുലിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ ഗ്രന്ഥത്തിൻ്റെ ഔപചാരികമായ പ്രകാശനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. ഹായ്, എത്ര രസകരം, എത്ര രുചികരം. ഇതിൽ മുൻപ് ആസ്വദിക്കാത്ത ഒരു രുചിയാണ് സത്യത്തിൽ പറഞ്ഞാൽ ഈ രുചിമീൻ സഞ്ചാരത്തിലൂടെ കിട്ടിയിരിക്കുന്നത്. നാവിൻ തുമ്പിൽ വെള്ളമൂറുകയാണ്, കൊതി വരികയാണ്. ഏതോ ആന്തരികാവയവം നമ്മളെ തീക്ഷ്ണമായി വിളിക്കുന്നത് പോലെ തോന്നുകയാണ്. ഉടമ്പടിയിട്ട് വറ്റിച്ച് മീൻ തിളയ്ക്കുമ്പോൾ വരുന്നൊരു ഹായ്, ഇപ്പൊ നാസാദ്വാരത്തിലൂടെ കയറുകയാണെന്ന് തോന്നുകയാണ്. ഇടയ്ക്കൊന്ന് ഉള്ളിയും വെളിച്ചെണ്ണയും ഇട്ട് കാച്ചുന്നൊരു മണം കൂടി വരുമ്പോൾ പറയുക വേണ്ട. സത്യം പറഞ്ഞാൽ കൊതി തോന്നുന്ന രീതിയിലാണ് എൻ്റെ പ്രിയ സ്നേഹിതൻ റസൽ ഷാഹുലിന്റെ ഈ രുചിമീൻ സഞ്ചാരം വായിച്ചപ്പോഴുണ്ടായത്. ഇതുവരെ ഇങ്ങനത്തെ ഒരു പല പാചകക്കുറിപ്പുകളും നമ്മൾ വളരെ പ്രഗത്ഭരായ സഹോദരിമാരുടെയും നളന്മാരുടെയും ഒക്കെ പാചകക്കുറിപ്പുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ചില ദൃശ്യമാധ്യമങ്ങളിൽ രുചിക്കൂട്ടുകൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും നമ്മുടെ നാവിൻ തുമ്പിൽ ഇങ്ങനെ രസമൂറി വരികയും കൊതി ജനിച്ചു വരികയും തോന്നിയിട്ടില്ല. നേരെ വിപരീതമാണ്. സത്യത്തിൽ പറഞ്ഞാല് ഷാഹുലിനെ സംബന്ധിക്കണം. റസൽ ഷാഹുലിനെ ഒരു വർഷക്കാലം 14 മാസക്കാലം ഏകദേശം 4500 കിലോമീറ്റർ കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിലൂടെ സഞ്ചരിച്ച് നീലേശ്വരത്തു നിന്നും തുടങ്ങി തിരുവനന്തപുരത്തെ പാർവതി പുത്തനാറിൽ വന്ന് അവസാനിച്ച് ഓരോ സ്ഥലത്തെയും നമ്മുടെ സ്ഥിതി എഴുതാറുണ്ട്. ഒരു ഭാഷയാണെങ്കിലും ഒരേ വസ്ത്രരീതിയാണെങ്കിലും നമ്മുടെ ഭക്ഷണ രീതിയിൽ വ്യത്യാസമുണ്ട്. ഓരോ കൈക്കും വ്യത്യാസമുണ്ട്.
ഓരോ നദിയിൽ നിന്നും ഓരോ ഉൾനാടൻ ജലാശയത്തിൽ നിന്നും ഒരു കുളത്തിൽ നിന്നും തോട്ടിൽ നിന്നും പിടിക്കുന്ന മത്സ്യത്തിന്റെ രുചിയിലും വ്യത്യാസമുണ്ട്. വരാല് ഒരുപക്ഷെ കണ്ണൂരിൽ വരാലാവണമെന്നില്ല ആലപ്പുഴയിൽ വരാല്, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്നും കിട്ടുന്ന കരിമീനാകണമെന്നില്ല നമുക്ക് മലപ്പുറത്ത് നിന്നും കിട്ടുന്ന കരിമീൻ. എല്ലാത്തിനും ആ ജലത്തിനനുസരിച്ച് ആ ജലത്തിലെ ജൈവഘടനയ്ക്ക് അനുസരിച്ച് രുചികളിൽ തന്നെ വ്യത്യാസമുണ്ട്. റസൽ ഷാഹുലിന്റെ ഈ രുചിക്കൂട്ട് ഒന്ന് വായിച്ചാൽ, ഈ രുചിമീൻ സഞ്ചാരം ഒന്ന് വായിച്ചാൽ അത് ബോധ്യമാകും. ഞാൻ പ്രിയപ്പെട്ട പിന്നെ ഗവർണർ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് VS ശ്രീധരൻപിള്ളയുടെ കയ്യിൽ നിന്ന് ഈ പുസ്തകം സ്വീകരിക്കാൻ അവസരം കിട്ടിയതിൽ അഭിമാനം കൊള്ളുകയാണ്. കാരണം എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. കപ്പയും മീൻ എന്ന് പറയുമ്പോൾ അറിയാതെ എൻ്റെ ഹൃദയവും കൂടി നനയും, കണ്ണും നനയും. ഹൃദയം നനയുന്നതിനൊരു കഥയുണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. കണ്ണ് നിറയുന്നത് എനിക്ക് ആ എരിവ് ഭയങ്കര ഇഷ്ടമാണ്, ആ എരിവിലൂടെ. പക്ഷെ അത് കൂടാതെ ഹൃദയത്തിൽ നിന്നുള്ള നനവ് വേറെയും വരും കപ്പയും മീൻ എന്ന് പറയുമ്പോൾ. എല്ലാ മലയാളിക്കും മീൻ ഇഷ്ടമാണ്, കപ്പ ഇഷ്ടമാണ്, മീൻ്റെ രുചി ഇഷ്ടമാണ്. നിങ്ങളിത് വായിക്കണം. ഈ പുസ്തകം ഉറപ്പായിട്ടും വായിക്കാൻ മാത്രമല്ല, വീട്ടിലൊരു നിധിയായി ഇത് സൂക്ഷിക്കണം. എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ റസൽ ഷാഹുലിനോട്, നല്ല ഫോട്ടോഗ്രാഫറാണ്, മലയാള മനോരമയുടെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫറാണ്, മിടുക്കനാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു മിടുക്കും കഴിവും നമുക്ക് ബോധ്യമുണ്ട്. എനിക്ക് ഇപ്പോൾ കേരളത്തിൽ ഉൾനാടൻ ജലാശയങ്ങളെ ആസ്പദമാക്കിയാണ് ഈ പുസ്തകം അദ്ദേഹം രചിച്ചത്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഈ പുസ്തകം ഉറപ്പായും കേരളത്തിലെ ആളുകൾ സൂക്ഷിക്കും. മനസ്സിൽ മാത്രമല്ല, വീട്ടിൽ സൂക്ഷിക്കും, അടുക്കളയിലും സൂക്ഷിക്കും, തീന്മേശയിലും സൂക്ഷിക്കും, പിന്നെ രുചിയിലൂടെ നാവിൻ തുമ്പിലും ഈ പുസ്തകം സൂക്ഷിക്കും. ഒരു പുസ്തകം കൂടി അങ്ങ് എഴുതണം. മനോരമയിൽ നിന്നും അനുമതി വാങ്ങി, മലയാള മനോരമയുടെ മാനേജ്മെന്റിനോട് എനിക്ക് അഭ്യർത്ഥനയുള്ളത്, ഈ രുചി മീൻ സഞ്ചാരം രണ്ടാം ഭാഗം ഈ നമ്മുടെ സമുദ്ര ജലാശയങ്ങളിലെ മത്സ്യത്തെക്കുറിച്ച് ലക്ഷദ്വീപ് മുതൽ, അവിടെ മലയാളം സംസാരിക്കുന്നവരാണല്ലോ, ലക്ഷദ്വീപിലെ ട്യൂണ മുതൽ ഇങ്ങോട്ട് തുടങ്ങി തിരുവനന്തപുരത്ത് കിട്ടുന്ന വറ്റ വരെയുള്ളതിനെ ആസ്പദമാക്കി 560 കിലോമീറ്റർ ദൈർഘ്യമുള്ള കേരളത്തിന്റെ കടൽ തീരത്തെയും ലക്ഷദ്വീപ് തീരത്തെയും ബേസ് ചെയ്തുകൊണ്ട് അവിടുത്തെ രുചിക്കൂട്ടുകൾ കൂടി എഴുതി രണ്ടാം ബുക്കിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് വളരെ അഭിമാനത്തോടെ ഈ രുചിമീൻ സഞ്ചാരം ഞാൻ പ്രിയപ്പെട്ട മിസോറാം ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയിൽ നിന്നും അഭിമാനപൂർവ്വം സ്വീകരിക്കുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് റസൽ ഷാഹുൽ എഴുതിയ രുചി മീൻ സഞ്ചാരം എന്ന ശീർഷകത്തിലുള്ള പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ ഈ നിലയിൽ ഭാഗഭാക്കാകാൻ കഴിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ പുസ്തകം സവിശേഷ പ്രാധാന്യമുള്ളതാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് നീലേശ്വരത്ത് നിന്ന് ആരംഭിച്ച് എല്ലാ ജില്ലകളിലൂടെയും സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് റസൽ ഷാഹുൽ എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാമറ ഒപ്പിയെടുത്തിട്ടുള്ളത് കേരളത്തിൻ്റെ മത്സ്യവൈവിധ്യമാണ്. തോടുകളിലും നദികളിലും കായലുകളിലും വയലുകളോട് ചേർന്ന ജലാശയങ്ങളിലും വൈവിധ്യപൂർണങ്ങളായ മത്സ്യസമ്പത്തുണ്ട് കേരളത്തിന്. കൊച്ചു നത്തോലിയും പരലും മുതൽ കരിമീനും കണമ്പും തിരുതയും അഴുകയും ചെമ്പല്ലിയും കാളാഞ്ചിയും വരാലും അങ്ങനെ എല്ലാതരം മത്സ്യങ്ങളും. ഈ മത്സ്യങ്ങൾക്ക് ഓരോ പ്രദേശത്തും വെവ്വേറെ പേരുകളാണ് എന്നുള്ള കൗതുകകരമായ കാര്യം. മുഖ്യമായും സമുദ്രത്തിൽ കിട്ടുന്ന തെക്കൻ കേരളത്തിൽ നെയ്മീൻ എന്ന് വിളിക്കുന്ന അതീവ രുചികരമായ കടൽ മത്സ്യമുണ്ട്. മലബാർ പ്രദേശത്തുള്ള എൻ്റെ സുഹൃത്തുക്കളോട്, സഹ കുടിയേരിയോടുൾപ്പെടെ വിദ്യാർത്ഥി ജീവിതകാലത്ത് തമാശയ്ക്ക് ഞങ്ങൾ പറയുമായിരുന്നു, ഇത്ര രുചികരമായൊരു മത്സ്യത്തിന് നെയ്മീനിന് നിങ്ങൾ എത്ര അപമാനകരമായ പേരാണ് കൊടുത്തിട്ടുള്ളത്. വടക്ക് ഐക്കൂറ എന്നാണ് നെയ്മീനെ വിളിക്കുന്നത്. ഐക്കൂറ എന്ന് കേൾക്കുമ്പോൾ പാറ്റയുടെ പര്യായപദമായ കൂറ അത് നമ്മുടെ ഓർമ്മയിലേക്ക് വരും. ഇവിടെ
റസൽ ഷാഹുൽ മുഖ്യമായും ഉൾനാടൻ മത്സ്യങ്ങളെക്കുറിച്ചാണ് തൻ്റെ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ മത്സ്യ സമൃദ്ധി, ഓരോ പ്രദേശത്തും അതിനുള്ള വ്യത്യസ്ത പേരുകൾ, ഓരോ പ്രദേശത്തും ഈ മത്സ്യങ്ങൾ എങ്ങനെയാണ് കറി വെക്കുന്നത്, രുചിക്കൂട്ടുകൾ, ഇതെല്ലാം ഇതിൻ്റെ വൈവിധ്യം മുഴുവൻ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു. ഒരു ഒന്നാന്തരം മീൻ കൊതിയനായ എനിക്ക് ഇതുപോലുള്ള ഒരു പുസ്തകം എത്രമാത്രം ഇഷ്ടപ്പെടും എന്നെടുത്ത് പറയേണ്ടതില്ലല്ലോ. എന്നാൽ ഈ രുചി വൈവിധ്യം മാത്രമല്ല, ആ രുചി വൈവിധ്യത്തിന് തന്നെ ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം ഒരു സംസ്ഥാനത്ത് ഒരു ഭാഷ സംസാരിക്കുന്ന ആളുകൾ, നമ്മുടെ മലയാള ഭാഷ തന്നെ ഓരോ പ്രദേശത്തും എങ്ങനെ വ്യത്യസ്തമാണ് അതിൻ്റെ സംഭാഷണ രീതി. ഒരേ മത്സ്യത്തിന് എന്തെല്ലാം വ്യത്യസ്ത പേരുകളുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിലെ, ഭാഷയിലെ, ഭക്ഷണക്രമത്തിലെ, രുചിക്കൂട്ടിലെ വൈവിധ്യം, വ്യത്യസ്തത, അതൊരു സംസ്ഥാനത്ത് തന്നെ ഈ വ്യത്യസ്തത എത്രമാത്രം സമർത്ഥമാണ്, ഈ വൈവിധ്യം എത്രത്തോളം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് എന്ന് പറയുമ്പോൾ, വൈവിധ്യങ്ങളുടെ ഒരു ലോകമാണ് മനുഷ്യജീവിതത്തിൽ ഉള്ളത് എന്ന കാര്യം, അതിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ സംസ്കാരം, അതും ഈ പുസ്തകം പുറത്തു കൊണ്ടുവരുന്നുണ്ട്. എല്ലാം ഞങ്ങളുടെ ഏകശാസനത്തിനുള്ളിലായിരിക്കണം. ഭക്ഷണരീതി എന്തു വേണം, വസ്ത്രരീതി എന്തു വേണം, ഇതൊക്കെ ഞങ്ങൾ നിർദ്ദേശിക്കും, ഞങ്ങൾ ആജ്ഞാപിക്കും. എല്ലാത്തിനെയും ഏകീകരിക്കുക എന്ന ഒരു രാഷ്ട്രീയ ദൗത്യവുമായി നടക്കുന്നവർ ലോകത്തിൻ്റെ പല കോണുകളിലും ആധിപത്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ജീവിതത്തിൻ്റെ വൈവിധ്യം, രുചിയുടെ വൈവിധ്യം, ഭാഷയുടെ വൈവിധ്യം, ജീവിത സംസ്കാരത്തിൻ്റെ വൈവിധ്യം, ഇത് ഈ പുസ്തകം പറയാതെ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ വലിയൊരു സവിശേഷതയായി ഞാൻ കാണുന്നത്. അതോടൊപ്പം നമ്മുടെ മത്സ്യസമ്പത്ത്, അതിൽ വലിയ ശോഷണം സംഭവിക്കുന്നുണ്ട്. ചില മത്സ്യ ഇനങ്ങൾ കാണാതാവുന്നുണ്ട്, അപ്രത്യക്ഷമാവുന്നുണ്ട്, വംശനാശം സംഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അഷ്ടമുടിക്കായലിൽ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മത്സ്യമാണ് കുഴാവാലി എന്ന് പറയുന്ന മത്സ്യം. ചെറിയൊരു മത്സ്യമാണ്, നത്തോലിയേക്കാൾ വലുതാണ്, എന്നാൽ ഒരു വിരലിൻ്റെ മാത്രം വലിപ്പമുള്ളതാണ്. ഏറ്റവും വളർന്ന കുഴാവാലി പോലും ഇപ്പോൾ കുഴാവാലി കിട്ടാനില്ല. അതുപോലെ പല മത്സ്യങ്ങളും കാണാതാവുന്നുണ്ട്. കരിഞ്ചേവി എന്ന് പറയുന്ന തിരുത, അത് മൂത്ത് വലുതായി വരുന്ന അതിൻ്റെ ഒരു പ്രത്യേക അവാന്തര വിഭാഗമാണ്. അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് താമസിക്കുന്നവർക്കാണ് മുഖ്യമായും ഈ കരിഞ്ചേവി എന്ന് പറയുന്ന മത്സ്യത്തെ പരിചയമുള്ളത്. ഏറ്റവും രുചികരമായ മത്സ്യമാണ്, അപൂർവമായി മാത്രമേ ഇപ്പോൾ അത് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മത്സ്യവൈവിധ്യത്തിന് വംശനാശം വരുന്നുണ്ട് പലതിനും. ആ ഗൗരവമുള്ള വിഷയത്തിലേക്കും റസൽ ഷാഹുൽ തൻ്റെ പുസ്തകത്തിൽ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. പിന്നെ നമ്മുടെ ജലസമ്പത്ത് തന്നെ, നദികളും പുഴകളും അരുവികളും കുളങ്ങളും പലതും ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രൂപത്തിൽ ഈ പുഴകളുടെയും നദികളുടെയും ജലാശയങ്ങളുടെയും ശോഷണം തടയാൻ നമ്മൾ അടിയന്തരമായി സംഘടിതമായി ഇടപെട്ടില്ലെങ്കിൽ പലതും ജീവനാശം സംഭവിച്ചു പോകും. മനുഷ്യൻ്റെ നിലനിൽപ്പിനും മനുഷ്യൻ്റെ ജീവനും ഏറ്റവും വലിയ പോഷണം നൽകുന്നവയാണ് ഈ ജലാശയങ്ങളും നദികളും. അത് പലതും ഇല്ലാതാകുന്നു എന്നുള്ള വലിയ വിപത്ത് ഈ ഗ്രന്ഥം നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അതിന് ഉദാഹരണമാണ് കൊല്ലത്തെ ശാസ്താംകോട്ട ശുദ്ധജല തടാകം. ഇന്നത്തെ നിലയിൽ പോയാൽ കുറച്ചു കാലം കഴിയുമ്പം ചെളികളെല്ലാം കൂടിക്കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് ഈ ശാസ്താംകോട്ട തടാകം അധപ്പതിച്ചു എന്ന് വരും. സുഗതകുമാരി ടീച്ചറും ഞങ്ങളെല്ലാം കൂടി കോവൂർ കുഞ്ഞുമോനും ഡോക്ടർ PK ഗോവനും ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടുകൂടി ശാസ്താംകോട്ട കായലിനെ സംരക്ഷിക്കാൻ വേണ്ടി വലിയൊരു ശ്രമം നടത്തുകയുണ്ട്. ആ ശ്രമം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ ജലാശയങ്ങൾക്ക് ആസൂക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന ആശയം കൂടി ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നു. ഈ പുസ്തകം വ്യാപകമായി വായിക്കപ്പെടട്ടെ എന്നാശംസിക്കുന്നു. ഈ പുസ്തകത്തിലെ കറിക്കൂട്ടുകൾ പഠിക്കാൻ നമ്മുടെ നാട്ടിൽ സ്ത്രീകളും പുരുഷന്മാരും തയ്യാറാവണം. ഇപ്പോൾ കോവിഡിൻ്റെ നാളുകളിൽ എൻ്റെ ജീവിത പങ്കാളി വെറ്റിയൊത്ത് അടുക്കളയിൽ പോയി ചില മീൻ കറികളൊക്കെ എങ്ങനെ വെക്കണമെന്ന് പഠിക്കാൻ ഞാൻ ശ്രമം നടത്തി. അതിൽ ചെറിയ പുരോഗതിയുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ റസൽ ഷാഹുലിൻ്റെ ഈ പുസ്തകം, ആ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്ന
വൈവിധ്യപൂർണങ്ങളായ കറിക്കൂട്ടുകളുണ്ട്. അത് ചിലത് പരീക്ഷിച്ച് നോക്കാൻ കൂടി എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ സംബന്ധിക്കാൻ എനിക്ക് അവസരം തന്ന എൻ്റെ പ്രിയ സുഹൃത്ത് റസൽ ഷാഹുലിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, റസൽ ഷാഹുലിൻ്റെ പുതിയ പുസ്തകത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ, സ്നേഹം. അനന്യ അസാധാരണമായ ഒരു പുസ്തകത്തിൻ്റെ ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ വിശിഷ്ട അതിഥികളെ, ഈ പരിപാടി ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിലാണ് നമ്മളിപ്പോൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ അഭിമാനമുളവാക്കുന്ന കാര്യമാണ്. ഈ മീൻ എന്ന് പറയുന്നത് വളരെ കൗതുകമുണർത്തുന്ന ഒരു ജീവിയാണ്. അതുപോലെ തന്നെയാണ് സാഹിത്യം, കല, പുസ്തകം, വായന. ഇതിനൊക്കെ കൗതുകമുണ്ട്. കൗതുകം, വിസ്മയം, ജിജ്ഞാസ. ഇതൊന്നുമില്ലാതെ കലയില്ല, സാഹിത്യമില്ല. നമ്മൾ വായനാ പ്രക്രിയയൊക്കെ കൗതുകത്തോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കൗതുകങ്ങളെ, ഒന്ന് മീൻ എന്ന കൗതുകത്തെ, മറ്റൊന്ന് വായനയുടെ, പുസ്തകത്തിൻ്റെ, രചനയുടെ, സാഹിത്യത്തിൻ്റെ, കലയുടെ തന്നെ കൗതുകത്തിൻ്റെ മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ്, അതിൻ്റെ ഭാവങ്ങളെയൊക്കെ സാർത്ഥകമാക്കുന്ന രീതിയിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, പ്രശസ്തനായ മാധ്യമ ഫോട്ടോഗ്രാഫർ, മലയാള മനോരമയിൽ കോഴിക്കോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ റസൽ ഷാഹുൽ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകം മലയാളത്തിൽ വളരെ പുതുമയുള്ള പുസ്തകമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഒന്നാമത് ഇതിൻ്റെ ഒരു വിഷയം, ഇത് കൈകാര്യം ചെയ്യുന്ന പ്രമേയം, മറ്റൊന്ന് അതിനുവേണ്ടി പുസ്തക രചയിതാവ് നടത്തിയിട്ടുള്ള വലിയ ഗവേഷണം. ഇതൊരു ഗവേഷണ കൃതിയും കൂടിയാണ്. വളരെ വലിയ സഞ്ചാരങ്ങളിലൂടെ, വളരെ അന്വേഷണങ്ങളിലൂടെ ആണ് ഈ പുസ്തകത്തിനുള്ള ചേരുവകൾ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ റസൽ കണ്ടെത്തിയിട്ടുള്ളത്. മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കി നിന്നു പോകും. അതൊരു ജീവി എന്ന നിലയിൽ അത് ഉണർത്തുന്ന ഒരു കൗതുകം, നേരത്തെ പറഞ്ഞ പോലെ. മറ്റൊന്ന്, മീൻ വളരെ പ്രധാനപ്പെട്ട ഒരു ആഹാരമാണ്. ലോകത്ത് ഒരുപാട് ജനവിഭാഗങ്ങൾ മീൻ മാത്രം കഴിച്ച് ജീവിക്കുന്നവരുണ്ട് ലോകത്ത്. ഈ മീൻ മാത്രം എസ്കിമോകളെ പോലെ. അവരെക്കുറിച്ചൊക്കെ നടത്തപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങളിൽ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഹൃദ്രോഗം തീരെ അവർക്കില്ല എന്നൊക്കെയുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം അടുത്ത ദിവസം ഈ കോവിഡ് കാലഘട്ടത്തിൽ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന ആഹാര രീതികളെക്കുറിച്ച് വന്ന ചില പഠനങ്ങൾ ഞാൻ നോക്കിയപ്പോൾ അതിലൊക്കെ മീൻ എടുത്തു പറയുന്നുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മീൻ പ്രധാനപ്പെട്ട ഒരു ആഹാരമാണ്. വളരെ അതോടൊപ്പം അതൊരു ജീവിത മാർഗമാണ്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ പടിഞ്ഞാറേ തീരം കടലോര പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ തന്നെ മീൻപിടുത്തം പ്രധാനപ്പെട്ട തൊഴിലാണ്, പരമ്പരാഗതമായിട്ട് വരികയാണ്. അങ്ങനെയുള്ള അതുകൊണ്ട് കേരളീയരെ സംബന്ധിച്ച് ഇത് ആഹാരമാണ്, തൊഴിലാണ്, ഉപജീവനമാണ്, സാമ്പത്തികമായിട്ടുള്ള വളരെ പ്രാധാന്യം ഇതിനുണ്ട്. സമ്പദ്ഘടനയോട് ബന്ധപ്പെട്ട, കേരളീയ സമ്പദ്ഘടനയുടെ വളരെ പ്രധാനപ്പെട്ട, കൃഷി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൃഷിയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മീൻപിടുത്തം എന്ന് പറയുന്നത്. അത് വെറും കടലിൽ മാത്രമല്ല, പുഴയിൽ, കായലിൽ, അരുവികളിൽ ഒക്കെ, വയനാട്ടിൽ വരെ, കുന്നും മലയും നിറഞ്ഞ വയനാട്ടിൽ വരെ പ്രത്യേക ഇനം മീനുകളുണ്ട്. റസലിന്റെ പുസ്തകം അതും കൂടി പരാമർശിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ജില്ലകളുടെയും ഒരു സർവേ അടങ്ങിയതാണ് ഈ പുസ്തകം. അതുമാത്രമല്ല, ആഹാരം എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ ബ്രാഹ്മണർ വരെ മീൻ കഴിക്കുന്ന സംസ്ഥാനമാണ് ബംഗാൾ. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വിവേകാനന്ദ സ്വാമി സമാധിയാകുന്ന അന്നത്തെ ഭക്ഷണത്തിന് വരെ മീൻ കഴിച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് മീനിന്റെ പ്രത്യേകത വേറെ തന്നെയാണ്. അങ്ങനെയുള്ള ഈ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഇത്ര രസകരമായിട്ടുള്ള ഒരു പുസ്തകം പ്രിയപ്പെട്ട റസൽ എഴുതിയിരിക്കുന്നു. റസൽ ഇനിയും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷിക്കട്ടെ. നമ്മുടെ കലയിൽ, സാഹിത്യത്തിലൊക്കെ എങ്ങനെ മീൻ
സ്വാധീനിച്ചു എന്നുള്ള മേഖലകളിലേക്ക് കടന്നു പോകുന്ന അടുത്തൊരു പുസ്തകം റസലിൽ നിന്നും ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്ന. ഉദാഹരണമായിട്ട് നമ്മുടെ ഒരു മീനിനെ പുരസ്കരിച്ചെന്ന് പറഞ്ഞുകൂടാ, ഒരു മീൻപിടുത്തവും കൂടി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നോവൽ, അത് ഒരു മീനിന്റെ പേരിൽ പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് മലയാള ചലച്ചിത്ര വേദിക്ക് വലിയ അംഗീകാരങ്ങൾ കൊണ്ടുവന്നത്. അതേമാതിരി ചലച്ചിത്രങ്ങളിൽ, ചലച്ചിത്ര ഗാനങ്ങളിൽ ഒക്കെ തന്നെ മലയാള സാഹിത്യത്തിൽ പൊതുവിൽ നമുക്ക് മീനിന്റെ സാന്നിധ്യമുണ്ട്, മീൻ പിടുത്തത്തിന്റെ സാന്നിധ്യമുണ്ട്, മീൻ പിടുത്തക്കാരുണ്ട്, വല തുടങ്ങി അതിന്റെ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. പ്രളയം വന്നപ്പോൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ വളരെ വലിയ ഒരു മാനവികതയുടെ പ്രതീകമായിട്ട് വാഴ്ത്തപ്പെടുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ കേരളീയ ജീവിതത്തിന്റെ ഹൃദയസ്ഥാനത്ത് നിലകൊള്ളുന്ന ഈ വിഷയത്തെ ഇത്ര മനോഹരമായി, ഇത്ര ആർദ്രമായിട്ടുള്ള, സരള സുന്ദരമായിട്ടുള്ള ശൈലിയിലൂടെ ആവിഷ്കരിക്കാൻ മുന്നോട്ട് വന്ന റസൽ നമ്മുടെയൊക്കെ അഭിനന്ദനം അർഹിക്കുന്നു. റസലിന് വലിയൊരു എഴുത്തിൻ്റെ പാരമ്പര്യമുണ്ട്. റസലിൻ്റെ വന്യപിതാവ് അറിയപ്പെടുന്ന കവിയാണ്. വളരെ മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഗാനരചയിതാവാണ്. ഈ പുസ്തകം അദ്ദേഹം സമർപ്പിച്ചവരുടെ കൂട്ടത്തിലും വന്യപിതാവുണ്ട്. ഞാൻ ഈ പുസ്തകത്തിന് എല്ലാവിധ അനുമോദനങ്ങളും നേരുന്നു. റസലിൻ്റെ ഫോട്ടോഗ്രാഫി, റസലിൻ്റെ കലാപ്രവർത്തനങ്ങൾ, റസലിൻ്റെ രചനയോടുള്ള അഭിനിവേശം, ഇതൊക്കെ പുതിയ മാനങ്ങളെ പുൽകട്ടെ. കൂടുതൽ പുസ്തകങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാവട്ടെ. DC പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ പുസ്തകം മലയാളികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നുള്ള കാര്യം എനിക്ക് വളരെ ഉറപ്പാണ്. വളരെ പെട്ടെന്ന് എല്ലാവരും ഇത് വായിച്ച് തീർക്കുകയും ചെയ്യും. അത്ര വലിയൊരു ആകർഷണീയത ഈ പുസ്തകത്തിനുണ്ട്. ഈ പുസ്തകത്തിലെ വിഷയങ്ങളും ഇതിൻ്റെ ഒരു രീതിയും അങ്ങനെയാണ്, ഇതിൻ്റെ ഭാഷ അങ്ങനെയാണ്. വളരെ തിളക്കമുള്ള റസലിൻ്റെ പ്രതിഭയിൽ നിന്ന് വളരെ മികവുറ്റ പുസ്തകങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്നുള്ള പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമസ്കാരം. റസൽ ഷാഹുലിൻ്റെ ഈ പുസ്തകം രുചിമീൻ സഞ്ചാരം ഒറ്റ ഇരിപ്പിലാണ് ഞാൻ വായിച്ചത്. ഒരു നോവൽ വായിക്കുന്നത് പോലെ അത്രയധികം പാരായണ സുഖം നൽകുന്ന ഒരു പുസ്തകമാണിത്. ഇതിൽ പറയുന്നത് മീൻ വിഭവങ്ങളെക്കുറിച്ചാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അത്രയും ദൂരം റസൽ ഷാഹുൽ സഞ്ചരിച്ചു. അവിടെയൊക്കെയുള്ള വളരെ പ്രാദേശികമായിട്ടുള്ള മീൻ വിഭവങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മയ്യഴിക്കാർക്ക് ഈ പുസ്തകം കൂടുതൽ ഇഷ്ടപ്പെടും. അതിനുള്ളൊരു കാരണം, മീൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് മയ്യഴിക്കാർ. രാവിലെ 2 മയ്യഴിക്കാർ റോഡിൽ തമ്മിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയില്ല. പക്ഷെ അതിനു മുമ്പ് ഇന്ന് മീനെന്താണ് കിട്ടിയതെന്നാണ് ചോദിക്കുക. അങ്ങനെയാണ് സംസാരം തുടങ്ങുന്നത്. അത്രയധികം മീൻ പ്രിയരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മയ്യഴിക്കാർക്ക് പ്രത്യേകം ഇഷ്ടപ്പെടുമെന്നുള്ളത്. ഇപ്പോൾ ഇത് മീനിൻ്റെ രുചിക്കൂട്ടുകളെക്കുറിച്ച് മാത്രമുള്ളൊരു പുസ്തകമല്ല. പലതരത്തിലുള്ള മീൻ വിഭവങ്ങൾ ഇങ്ങനെ പാചകം ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഈ മീനുകളെയും മീൻ കറികളുടെയും ഒക്കെ അതിനൊക്കെ ചുറ്റിപ്പറ്റിയുള്ള ചില പ്രാദേശികമായിട്ടുള്ള സങ്കല്പങ്ങൾ അതൊക്കെ ഇതിൽ കടന്നു വരുന്നുണ്ട്. ഒരർത്ഥത്തിൽ പ്രാദേശികമായിട്ടുള്ള ചരിത്രം കൂടി ഇതിൽ വെളിപ്പെടുന്നുണ്ട്. അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. അല്ലാതെ നമ്മൾ ഈ പാചകത്തെക്കുറിച്ചുള്ള വിഭവങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ നിന്ന് ഈ പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്നത് ഇതാണ്. അപ്പോൾ ഈ റസൽ സഞ്ചരിക്കുമ്പോൾ, മീനുകളെ അന്വേഷിച്ച് സഞ്ചരിക്കുമ്പോൾ കൂട്ടത്തിൽ ഈ പ്രാദേശികമായിട്ടുള്ള സങ്കല്പങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുകയും അതൊക്കെ ഇതിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഈ പുസ്തകം വളരെയധികം പ്രസക്തിയുള്ളതാണ്. മീനിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൻ്റെ കൊച്ചു കൊച്ചു ചരിത്രങ്ങൾ കൂടി വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഈ പുസ്തകം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഈ പുസ്തകം വായിക്കാൻ മാത്രമല്ല, നമുക്കിത് കയ്യിലെടുത്ത് പിടിക്കാനും സുഖമുണ്ട്. അത്രയും മനോഹരമാണ് ഇതിൻ്റെ
രൂപസങ്കല്പം മനോഹരമായി ഒരുക്കിയ ഒരു പുസ്തകമാണിത്. DC ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു പുസ്തകം മീൻ പ്രിയർക്ക് നൽകിയതിൽ റസൽ ഷാഹുലിനെയും DC ബുക്സിനെയും ഞാൻ അനുമോദിക്കുന്നു. നന്ദി. റസലിൻ്റെ ഈ പരിപാടി നടക്കാൻ പോകുന്ന പരിപാടി വളരെ ഭംഗിയായി മുമ്പോട്ട് പോകട്ടെ. എൻ്റെ ആശംസകൾ. ശരി. ഈ ഫോട്ടോഗ്രാഫർമാരെ സത്യത്തിൽ എന്നും ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം എഴുതുക എന്ന് പറയുന്നതിനേക്കാളും വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് ചിത്രമെടുക്കുക എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എഴുതുമ്പോൾ നമുക്ക് ആലോചിച്ച് എഴുതാം, തെറ്റ് വന്നത് തിരുത്തുകയൊക്കെ ചെയ്യാം. ഫോട്ടോ എടുക്കുമ്പോഴും എടുത്തത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാതിരിക്കാം, അത് പുറത്തെ ലോകത്തെ കാണിക്കാതിരിക്കാമെങ്കിലും അത് കാണിക്കത്തക്ക ഒരു സാധനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ള സമയം കിട്ടത്തില്ല. എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ അത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ഏതാണ്ട് മുൻകൂട്ടി അറിഞ്ഞ് പെരുമാറുന്നത് പോലെ വേണം ഫോട്ടോഗ്രാഫർമാർ പെരുമാറാൻ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് ചെയ്യുന്ന സമയത്ത് അതിന് അത്ര വലിയ വില ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷേ കാലം കുറേ കഴിയുമ്പോൾ അത് അമൂല്യമായ ഒന്നായി മാറുന്നു എന്നാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവം. കാരണം കാലവും സമയവും ഒക്കെ നമ്മുടെ കൈവിരലുകൾക്കിടയിലൂടെ എന്ന പോലെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ പലതും ആവർത്തന വിരസമാണ്, അത്ര പ്രത്യേകതകളൊന്നും ഇല്ലാത്തതാണ്. പക്ഷെ അതിൽ പ്രത്യേകതയുള്ള സംഭവങ്ങളാവുന്ന ഓർമ്മിച്ചിരിക്കേണ്ടവ അത് മാത്രം എടുത്ത് ഒരു ചിപ്പിൽ എന്ന പോലെ ഒതുക്കി വെച്ച് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് അതൊരു മുത്തായി മാറുന്ന ഒരവസ്ഥയാണ് ഈ ചിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെയുള്ള ചിത്രങ്ങൾ എടുക്കുന്ന ഒരാൾ ഒരു എഴുത്തുകാരനും കൂടി ആയി മാറിയാൽ ഉള്ള ഗുണമോ അത് പക്ഷേ അത്ര അസാധാരണമൊന്നുമല്ല. ഒത്തിരി ഫോട്ടോഗ്രാഫർമാർ എഴുത്തുകാരായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ റസൽ ഷാഹുൽ എന്ന എൻ്റെ സുഹൃത്തായ ഫോട്ടോഗ്രാഫർ, പ്രസ് ഫോട്ടോഗ്രാഫർ ഒരു വിസ്മയമായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തിരഞ്ഞെടുത്ത ആ എഴുത്തിൻ്റെ വഴിയും ഇപ്പോൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഫോട്ടോയുടെ വഴിയും വളരെ വളരെ വിരളമായി മാത്രം കാണുന്ന സെലക്ട് ചെയ്യപ്പെടുന്ന ഒന്നായതുകൊണ്ടാണ്. അദ്ദേഹം സഞ്ചരിക്കുന്നത് മീനുകളുടെ അല്ല, അദ്ദേഹം നീന്തുന്നത് മീനുകളുടെ പുറകെയാണ്. അത് ഇപ്പോൾ ഒരു പുസ്തക രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഒരു രുചിമീൻ സഞ്ചാരം. കേരളത്തിൽ അങ്ങ് വടക്ക് നമ്മുടെ തേജസ്വിനി പുഴ മുതൽ ഇങ്ങ് തെക്ക് പാർവതി പുത്തനാർ വരെയുള്ള ഒട്ടേറെ ആറുകൾ, കൈവഴികൾ, തോടുകൾ, ഇവിടെയെല്ലാം മീനുണ്ട്. ആ മീനുകളെല്ലാം പിടിച്ച് ഭക്ഷിക്കുന്നവരുണ്ട്. അതൊക്കെ പാകം ചെയ്യുന്നതാണെങ്കിൽ പ്രത്യേക തരത്തിലാണ്. ഒരേ മീനുകൾ തന്നെ പല സ്ഥലത്തും കണ്ടെന്ന് വരും, ചില സ്ഥലത്ത് അവിടുത്തെ മാത്രം മീനുകൾ കണ്ടെന്ന് വരും. ഇവയൊക്കെ പാചകം ചെയ്യുന്നതിനും ഇവയൊക്കെ പിടികൂടുന്നതിനും ഒക്കെ പ്രത്യേകം രീതികളുണ്ട്. അതിൻ്റെ പുറകെ പോകുന്ന ഒരു മനസ്സ് അത് മറ്റാർക്കെങ്കിലും ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഈ പൂച്ചാക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാൾ ആയതുകൊണ്ടാവാം നമ്മുടെ ആലപ്പുഴയിൽ, പുഴയുടെ നാടായ ആലപ്പുഴയിൽ നിന്ന് വരുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാവാം പുഴകളോടും മത്സ്യങ്ങളോടുമൊക്കെ ഇത്രയേറെ സ്നേഹം വന്നത്. അതിൽ ഈ തേജസ്വിനി പുഴയും മുതൽ ഞാൻ പറഞ്ഞു, അത് ആ തുടങ്ങുന്ന തേജസ്വിനി പുഴയും തുടങ്ങുമ്പോൾ ആ പുഴയുടെ ചരിത്രം പോലും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. എങ്ങനെയാണ് തേജസ്വിനി പുഴയ്ക്ക് ആ പേര് ലഭിച്ചത് എന്നത് മുതൽ അങ്ങനെ പോയ സ്ഥലങ്ങളിലെല്ലാം പോയ യാത്രയെ കുറിച്ച് പോലും ചെറിയ വിവരണങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒരു അർത്ഥത്തിൽ ഇതൊരു യാത്രാ വിവരണം കൂടിയാണ്. അതുപോലെ തന്നെ ഇതൊരു നല്ല സഞ്ചാരിയുടെ കുറിപ്പും മനുഷ്യത്വമുള്ള കുറിപ്പും ദേശങ്ങളെയും ആളുകളെയും പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പും കൂടിയാണ്. കുറിപ്പ് മാത്രമല്ല, ഒരു രചനയും കൂടിയാണ്. ഇപ്പോൾ അദ്ദേഹം തൃശ്ശൂരിൽ വരുമ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു നർമ്മം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അപ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹം വരാൻ വൈകിപ്പോയി, ട്രെയിൻ ലേറ്റായിപ്പോയി. അദ്ദേഹത്തെ സ്വീകരിക്കുന്ന സുഹൃത്ത്, കാത്തുനിന്ന് മടുത്ത സുഹൃത്ത് തൃശ്ശൂരുകാരൻ്റെ ആ നർമ്മത്തോടു കൂടിയാണ് ചോദിക്കുന്നത്, എന്താ ട്രെയിൻ പഞ്ചറായോ? അങ്ങനെ ഓരോ പ്രദേശത്തിൻ്റെയും ഈ മീനുകളുടെ കാര്യം പറയുന്നത് പോലെ തന്നെ ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടി അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. ഇനി മീനുകളിലേക്ക് വന്നാലോ, ഈ മീനുകളെ പിടിക്കുന്നതിനെ കുറിച്ച് പല ടെക്നിക്കുകൾ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ഇപ്പോൾ വടക്കൊക്കെ ആണെങ്കിൽ ചെമ്പല്ലിക്കൂട്, ആ ചെമ്പല്ലിക്കൂടിൻ്റെ നിർമ്മാണം, അതിലെങ്ങനെയാണ് മീൻ വന്ന് പെടുക, ആ കൂടിൻ്റെ നിർമ്മാണത്തിൽ എവിടെ എങ്ങനെ തകരാറ് വരാം, അതിന് ഉപയോഗിക്കുന്ന ചില്ലകളുടെ നീളത്തിലോ വീതിയിലോ ഒക്കെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ പോലും എങ്ങനെ മീൻപിടുത്തത്തെ ബാധിക്കും എന്നത് മുതൽ ഇങ്ങോട്ട് ഇതിൻ്റെ എല്ലാ ടെക്നിക്കുകളും, അത് ടോർച്ചടിച്ച്, പണ്ടൊക്കെ പെട്രോൾ മാക്സ് ഉപയോഗിച്ച് മീനിനെ വെട്ടിപ്പിടിക്കുമായിരുന്നു, ചൂണ്ടുകൊണ്ട് പിടിക്കുമായിരുന്നു, അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഊതി പിടിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? റസലിൻ്റെ പുസ്തകത്തിൽ അതും കാണാനും കഴിയും, എങ്ങനെയാണ് മീനിനെ ഊതി പിടിക്കുക എന്നുള്ളത്. ചൂണ്ട തന്നെയാണ് ഇതിനെയും വില്ലൻ, എന്നാൽ പോലും അത് അവതരിപ്പിക്കുന്ന രീതിയിലും അത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് പോലെ തന്നെ വ്യത്യസ്തമായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്.
ഇതുപോലെ തന്നെ പ്രദേശത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ചില കാര്യങ്ങളിൽ ആ ഒരു ഒബ്സർവേഷൻ അത് എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ചെറിയ വാചകങ്ങളിലൂടെ. നല്ലൊരു ഉദാഹരണമാണ്. ഒരിടത്ത് പറയുന്നുണ്ട് മീൻപിടുത്തക്കാരൻ പണ്ടൊക്കെ 2 മണിക്കൂർ കൊണ്ട് പിന്നെ കിട്ടുമായിരുന്ന മീന് ഇന്ന് 10 മണിക്കൂർ കൊണ്ടേ കിട്ടത്തുള്ളൂ. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം അത് പൂരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അന്ന് കിട്ടിയിരുന്ന അത്രയും മീനിന് കിട്ടിയിരുന്ന വില, 2 മണിക്കൂർ കൊണ്ട് മീനിന് കിട്ടിയ വില ഇന്ന് ഈ 10 മണിക്കൂർ കൊണ്ട് കിട്ടുന്ന മീനിന് കിട്ടുന്നുണ്ട്. അപ്പം അവിടെ ഈ കാലം ഇങ്ങനെ അങ്ങോട്ടും കാലത്തിൻ്റെ ആ കുത്തൊഴുക്കിൽ വന്ന മാറ്റങ്ങൾ പ്രതിഫലിപ്പിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾ ചെറിയ 2 വാചകങ്ങളിലൂടെ. ഇനി പാകം ചെയ്യുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇത് പാകം ചെയ്യുന്ന അത് വർണ്ണിച്ചിരിക്കുന്നതും അതിൻ്റെ രീതികളൊക്കെ നമുക്ക് പാചകക്കുറിപ്പുകൾ തരുന്നതോടൊപ്പം വർണ്ണിച്ചിരിക്കുന്ന രീതിയും കൂടെ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വായിച്ച പോലെയല്ല കഴിച്ചതുപോലെയാണ് നമുക്ക് തോന്നുക. ആ രുചി നമ്മുടെ നാവിൻ തുമ്പിൽ വരും. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ ഈ മീനിനെ കുറിച്ച് പറയാറുണ്ട്, ഒന്നും കളയാനില്ല മുള്ളു പോലും എന്ന്. അതുപോലുള്ളൊരു പുസ്തകമാണ് ഷാഹുലിൻ്റെ ഈ പുസ്തകം. ഇത് ഇനിയും പുതുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, കൂടുതൽ സമഗ്രമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഈടുറ്റ ഗ്രന്ഥമായി, അല്ലെങ്കിൽ തന്നെ ഇത് ഈടുറ്റ ഗ്രന്ഥമാണ്, അത് കൂടുതൽ ഈടുറ്റ ഗ്രന്ഥമാക്കി മാറ്റാനായിട്ട് ഇനിയും ഗ്രന്ഥകാരന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. റസൽ ഷാഹുലിൻ്റെ രുചിമീൻ സഞ്ചാരം ലഭിച്ചു, വായിച്ചു. രുചികരമാണ്, എനിക്ക് വളരെ ആസ്വാദ്യമായി തോന്നി. വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു യാത്രാവിവരണം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള എല്ലാ ജില്ലകളിലെയും മത്സ്യവിഭവങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം. വ്യത്യസ്തമാണത്. അത് സത്യത്തിൽ വായനക്കാരനെ ഒരു രുചിയുടെ ലോകത്തേക്ക്, കൊതിയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ശൈലി തന്നെയാണ് വിവരിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ നന്നായിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. കൂടുതൽ ആളുകൾ ഇത് വായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. എൻ്റെ പ്രിയ സുഹൃത്തും വലിയൊരു ഫോട്ടോഗ്രാഫറുമായ റസൽ ഷാഹുൽ എഴുതിയ രുചി മീൻ സഞ്ചാരം എന്ന പുസ്തകം ഒറ്റയിരുപ്പിൽ വായിച്ചു തീർത്തു. അതിലെ മീൻ വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ഭാഗം വായിച്ച് അതുപോലെയൊക്കെ ഉണ്ടാക്കിത്തരാൻ വേണ്ടിയിട്ട് പുസ്തകം പിന്നീട് എൻ്റെ ഭാര്യ കവിത ഏൽപ്പിക്കുകയും ചെയ്തു. ഇനി അതിനായിട്ട് കൊതിയോടുകൂടി കാത്തിരിക്കുകയാണ്. അങ്ങനെ രുചിയും മീനും മാറ്റിവെച്ച് സഞ്ചാര ഭാഗത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ പറയണമെന്ന് തോന്നി. ഓരോ സഞ്ചാര വഴികളും വായിക്കുമ്പോൾ പലതും എൻ്റെ കൂടി അനുഭവങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. നിലമ്പൂരിനടുത്തുള്ള കവളമുക്കട്ട എന്ന എൻ്റെ ഗ്രാമത്തിലെ വീടിനോടടുത്ത് പുഴയാണ്. മുന്നിലെ പാടത്തിനപ്പുറം മുക്കട്ടത്തോടാണ്. പുഴയുടെ അപ്പുറത്ത് ഏക്കറുകളോളം പരന്നു കിടക്കുന്ന റിസർവ് ഫോറസ്റ്റാണ്. കുട്ടിക്കാലത്ത് ഈ തോട്ടിലും പുഴയിലും കാടിനകത്തുള്ള കാരീരി പാടത്തും മീൻ പിടിക്കാനായിട്ട് പോകലായിരുന്നു ഞങ്ങളുടെയൊക്കെ പ്രധാന പണി. നെറ്റിയിൽ കെട്ടിവെക്കുന്ന ടോർച്ചും വലയും പെട്രോമാക്സും ഒക്കെ ആയിട്ട് ഒരു സംഘം വൈകുന്നേരം പോയി കഴിഞ്ഞാൽ രാവിലെ ഇഷ്ടം പോലെ മീനുമായിട്ടാണ് തിരിച്ചു വരിക. കൂടെ നിറച്ചും പിടയ്ക്കുന്ന മീൻ റെഡിയായിട്ടുണ്ടാവും. അതിൻ്റെ പലതരം രീതിയിലുള്ള പാചകം അമ്മ ഏറ്റെടുക്കും. അടുക്കളയിൽ നിന്ന് ഉയർന്നു വരുന്ന വറുത്ത മീനിൻ്റെ മണം നാവിൽ വെള്ളം നിറയ്ക്കും. ആ ഓർമ്മകളിലേക്കൊക്കെ പലവട്ടം കൂട്ടിക്കൊണ്ടുപോയി റസലിൻ്റെ ഈ മനോഹരമായ പുസ്തകം. അതിലൊക്കെ അപ്പുറം കേരളത്തിലുടനീളം യാത്ര ചെയ്ത് വിവിധ രീതിയിലുള്ള മീൻ വിഭവങ്ങൾ കഴിച്ച പ്രതീതിയാണ് ഉണ്ടാക്കിയത്. പല രീതിയിലുള്ള മീൻപിടുത്തങ്ങൾ നേരിൽ കണ്ട പ്രതീതി. റസലിൻ്റെ മനോഹരമായ ഫോട്ടോഗ്രാഫറും കൂടിയായപ്പോൾ വയറ് നിറഞ്ഞു. ഇത് തികച്ചും വ്യത്യസ്തമായ പുസ്തകമാണ്. മീൻ കഴിക്കുന്ന ഓരോ മലയാളിയുടെയും അടുക്കളയിലെ അലമാരയിൽ സൂക്ഷിച്ചു വെക്കേണ്ട മനോഹരമായ പുസ്തകം. നന്ദി റസൽ, ഇത്തരമൊരു പുസ്തകം എഴുതിയതിന്, അയച്ചു തന്നതിന്. താങ്ക് യു സോ മച്ച്. രുചിമീൻ സഞ്ചാരം, റസൽ ഷാഹുലിൻ്റെ പുസ്തകം. ഈ പേര് തന്നെ എല്ലാം ഉണ്ട്. രുചി, മീൻ, സഞ്ചാരം. ഇത് മാത്രമല്ല, ഈ പേരിലില്ലാത്ത മറ്റു പല കാര്യങ്ങളും ഈ ബുക്കിലുണ്ട്. എങ്ങനെയാണ് ചില പ്രത്യേക ഭാഗത്തെ ചില പ്രത്യേക മീനിന് ചില പ്രത്യേക രുചി ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ചിലതരം പ്രത്യേക മീനുകൾ നമ്മൾ പിടിച്ചെടുക്കുന്നത്, എങ്ങനെയാണ് അവ പ്രത്യേക രീതിയിൽ പാചകം ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഈ രുചിയുള്ള മീൻ നമ്മൾ കഴിക്കുന്നത്, ഇതൊക്കെ ഈ ബുക്കിലുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും താല്പര്യം തോന്നിയ ഭാഗം ഇതിലെ മീൻ പിടിക്കുന്ന രീതികളെക്കുറിച്ചുള്ള അത് ശരിയായ നമുക്ക് പലർക്കും ഞാൻ എൻ്റെ
കോട്ടയം ഭാഗത്തൊക്കെ മീൻ പിടിക്കുന്നത് ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ മറ്റു പല സ്ഥലങ്ങളിലും എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രത്യേക രീതികൾ, ഇതൊന്നും നമ്മൾ കണ്ടിട്ടുമില്ല. ഇത്രയും വൃത്തിയുള്ള പടങ്ങളിൽ ഒട്ടും കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഈ പുസ്തകം വളരെ എന്താ പറയണ്ടേ, അർത്ഥവത്താണ്. സഞ്ചാരം ധാരാളമുണ്ട് ഇതിൽ. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ചാണ് ഈ പുസ്തകം ഒരു വർഷം കൊണ്ട് തയ്യാറാക്കിയെന്നാണ് റസൽ പറഞ്ഞത്. ഇതിൽ ഒരു അധ്യായത്തിൽ ഒരു അമ്മ പിടിച്ചുകൊണ്ട് വന്നൊരു വരാല് മീനിനെ കണ്ടിട്ട് ഇതിന് വയറ്റിലുണ്ട്, ഇതിനെ തിരിച്ചുകൊണ്ട് വിട്ടരെ എന്ന് പറയുന്ന ഒരമ്മ ഒരു അധ്യായത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കണമെങ്കിൽ നമുക്ക് വളരെ പ്രകൃതിയൊക്കെ ആയിട്ട് വളരെ അടുത്ത് നമ്മളറിയാതെ തന്നെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെയുള്ളൊക്കെ ഒരു മനസ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ പ്രകൃതിയായിട്ട് ചേർത്ത് കൊണ്ടുപോകാനൊക്കെ നമുക്ക് പറ്റും. അവിടെ ഒന്നും എന്താ പറയണ്ടേ, നമ്മൾ ഇടപെടുന്നേയില്ല. പക്ഷേ ഇതിനൊക്കെ വിപരീതമായിട്ട് ചിന്തിക്കുന്ന മറ്റ് രീതികളുമുണ്ട്. ഉദാഹരണത്തിന് കോട്ടയത്ത് നടക്കുന്ന മഴക്കാലത്ത് നടക്കുന്ന ഊത്തപിടുത്തം ഒരു ആഘോഷമാണ് കോട്ടയത്ത്. ഇപ്പോഴത്തെ കാര്യം എനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ, എന്നാലും ആഘോഷമായിട്ട്, അതായത് വലിയ ആഘോഷമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ ഊത്ത എന്ന് പറഞ്ഞാൽ. ഈ മഴക്കാലത്ത് പുതുവെള്ളത്തിൽ കയറി വരുന്ന മീനാണ്. ഇത് കയറി വരുന്നത് മുട്ടയിടാനാണ്. ഇത് വയറ് നിറച്ച് മുട്ടയിട്ടാണ് ഇത് വരുന്നത്. ഇതിനെയാണ് ഈ പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഈ അടുത്ത ജനറേഷനിൽ വരാൻ പോകുന്ന വലിയ കുറവ് നമുക്ക് നികത്താൻ പറ്റില്ല. ഇപ്പോൾ വരാലിനെ തിരിച്ചു കൊണ്ട് വിട് എന്ന് പറഞ്ഞ അമ്മച്ചിക്കത് അറിയാം. പക്ഷേ ഊത്തപിടുത്തം ആഘോഷമാക്കുന്നവർക്ക് അത് മനസ്സിലായിട്ടില്ല. ഇങ്ങനത്തെ പല കാര്യങ്ങളും ഈ പുസ്തകം വായിക്കുമ്പം നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഓർമ്മ വരും. അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഒരുപാട്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുസ്തകമാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. റസലിന് എല്ലാവിധ ആശംസകളും. അതിൻ്റെ കൂടെ ഒരു ചെറിയ പരാതി കൂടെ ഉണ്ട്. ഈ പടങ്ങളൊക്കെ ഒന്ന് കളറായിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നേനെ എന്നൊരു കൊതിക്കെറിവും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. താങ്ക് യു. നമസ്കാരം. ഏറെ ആസ്വാദ്യകരമായി ഞാൻ വായിച്ച പുസ്തകമാണ് എന്നല്ല പറയേണ്ടത്, ഏറെ അസൂയയോടെ ഞാൻ രുചിച്ചു നോക്കിയ പുസ്തകമാണ് റസൽ ഷാഹുൽ എഴുതിയ രുചി മീൻ സഞ്ചാരം എന്ന ഈ പുസ്തകം. ഇത് ഒരു വിചിത്രമായ പുസ്തകമാണ്, വ്യത്യസ്തമായ പുസ്തകമാണ്. നമ്മൾ സാധാരണ റെസിപ്പി ബുക്സ് വായിക്കുന്ന പോലെയല്ല ഇത്. കേരളത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഉറവിടങ്ങൾ തേടി പാരമ്പര്യ സ്രോതസ്സുകളിലെ മീൻപിടുത്തവും മീൻ രുചിയും, മത്സ്യബന്ധനം എന്നല്ല അതിന് പറയേണ്ടത്, ജീവസന്ധാരണത്തിന് വേണ്ടി മനുഷ്യൻ അതിസാഹസികമായി മീൻ പിടിക്കുന്നതും അതിനെ അവൻ്റെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ അവൻ്റെ ആഹാര കൗതുകങ്ങളുമായി ചേർത്ത് അതൊരു വിഭവമാക്കി മാറ്റി ഭക്ഷിക്കുന്ന ശീലത്തിന് പിന്തുടരുന്ന ഒരു പുസ്തകമാണെന്ന് പറയേണ്ടി വരും. 14 പ്രധാനപ്പെട്ട ഗ്രാമങ്ങളും നഗരങ്ങളിലൂടെയൊക്കെയായിട്ട് 4500 കിലോമീറ്ററോളം വെള്ളത്തിലും കരയിലുമായി യാത്ര നടത്തിയാണ് ഈ ഫോട്ടോഗ്രാഫർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇയാളിൽ ഒരസാധ്യ പ്രതിഭാശാലിയായ എഴുത്തുകാരൻ ഉണ്ട് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം കാണുന്ന കാര്യങ്ങൾ അതിൻ്റെ ആ വാമൊഴിയുടെ ഭംഗി ഒട്ടും ചോർന്നു പോകാതെ നാട്ടുവഴിയിലൂടെ നടന്നു പോകുന്ന ഒരു ഗ്രാമീണൻ്റെ മനസ്സോടെ ഓരോ വാക്കും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയും ഓരോ
അനുഭവം നമ്മുടെ മനസ്സിലേക്ക് പകർന്നു തരാനും റസലിന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം ഈ പുസ്തകം ഒരു ചരിത്ര രേഖയാണ്. കേരളത്തിൻ്റെ പാരമ്പര്യ രീതികൾക്കനുസരിച്ചുള്ള മീൻപിടുത്തവും അത് തൊഴിലാക്കിയവരും അത് ഒരു നേരം പോക്കാക്കിയവരും മീനിനോടുള്ള താല്പര്യം, പ്രത്യേകിച്ചും ഞാൻ കോഴിക്കോട്ടുകാരനാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലബാറുകാർക്ക് ഒരു ദിവസം മീനില്ലാതെ ചോറിറങ്ങില്ല എന്ന രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാനും. എനിക്കും ഒരു ദിവസം മീൻ വേണം, മീനിൻ്റെ മണമെങ്കിലും വേണം എന്നാണ് ഞങ്ങൾ പറയുക. അതിന് മീനിൻ്റെ മണം കിട്ടിയാൽ മതി ചോറിറങ്ങാൻ, വേറെ ഒരു കറിയില്ലെങ്കിലും. എന്നാൽ ഈ പുസ്തകം വായിച്ചതോടുകൂടെ റസലിനോട് തോന്നിയ അസൂയയ്ക്ക് കണക്കില്ല. കാരണം അദ്ദേഹം കഴിച്ച വ്യത്യസ്തങ്ങളും വിചിത്രങ്ങളുമായ മീൻ രുചികൾ എന്നിലെ മീൻ കൊതിയനെ അസൂയപ്പെടുത്തുന്നു. ഐ റിയലി ജലസ് ഓൺ റസൽ ഷാഹുൽ. അപ്പോൾ ഈ പുസ്തകം എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇത് വായിക്കാൻ കഴിഞ്ഞതിൽ അതിലേറെ സന്തോഷമുണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇതിലത്തെ രുചിക്കൂട്ടുകളൊന്നും അത്രമാത്രം വിചിത്രമായിട്ടുള്ള, അത്രമാത്രം കൈപുണ്യമുള്ള സ്ത്രീകളുടെ, കൈപുണ്യമുള്ള പുരുഷന്മാരുടെ ചാതുരിയാണ് ഓരോ മീൻ രുചിക്ക് പിന്നിലും. ഇത് പരിചയപ്പെടുത്തി തന്നതിനും ഈ പുസ്തകം വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതിനും റസൽ ഷാഹുലിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. റസൽ ഷാഹുലിൻ്റെ രുചിമീൻ സഞ്ചാരം വായിച്ചു. കേരളത്തിലെ തെക്ക് തൊട്ട് വടക്ക് വരെയുള്ള സ്ഥലങ്ങളിലൂടെ വ്യത്യസ്തമായ മീൻ രുചികളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഈ പുസ്തകം. വളരെ മനോഹരമായിരിക്കുന്നു. ഈ പുസ്തകത്തിലെ വ്യത്യസ്തമായൊരു സഞ്ചാരമാണ്. മീൻ രുചികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളെ കൊതിപ്പിക്കുന്ന രുചികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇതിലുള്ളത്. പുസ്തകം കണ്ടപ്പോൾ കളർ ഫോട്ടോ ആയിരുന്നെങ്കിൽ എന്ന് ഒരു കൊതി തോന്നി. വളരെ മനോഹരങ്ങളായിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ട്. വിഭവങ്ങളെക്കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള ഡീറ്റെയിലിങ്ങും ഉണ്ട്. ഈ പുസ്തകം നിങ്ങളുടെ ലൈബ്രറിക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുസ്തകത്തിൻ്റെ വിജയത്തിന് എൻ്റെ എല്ലാ ആശംസകളും. നമസ്കാരം. മനോരമ ചീഫ് ഫോട്ടോഗ്രാഫർ റസൽ ഷാഹുലിന്റെ രുചിമീൻ സഞ്ചാരം വെറുതെ വായിച്ചതാണ്. പക്ഷേ ഒരുപാട് കൊതിയോടെയാണ് തീർത്തത്. കേരളത്തിന്റെ തെക്ക് നിന്ന് വടക്കോട്ടുള്ള 80 തരം നാടൻ മീൻ കറി. തീർച്ചയായിട്ടും മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ആസ്വദിക്കാൻ കഴിയും ഈ രുചിക്കൂട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയ പുസ്തകം വായിക്കണം. റസലിനും രുചിമീൻ സഞ്ചാരത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അങ്ങനെ മലയാള മനോരമയുടെ ചീഫ് ഫോട്ടോഗ്രാഫർ ഷാഹുൽ ഭായ് എഴുത്തിലേക്ക് കൂടി തിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം രുചിമീൻ സഞ്ചാരം എന്ന് പറയുന്ന ഒരു പുസ്തകവുമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ മീൻ എക്സ്പേർട്ടിനും അദ്ദേഹം കണ്ട് എങ്ങനെ അതിനെ പിടിക്കണം, അതുപോലെ തന്നെ എങ്ങനെ അത് രുചികരമായിട്ട് വെക്കണം എന്നുള്ള പറയുമ്പോൾ തന്നെ നാവിന്ന് വെള്ളം വരും. അതെല്ലാം പറഞ്ഞു കൊണ്ടിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ് രുചി മീൻ സഞ്ചാരം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കൈകൊണ്ടുണ്ടാക്കുന്ന ഒരു ഭക്ഷണം കൊണ്ട് കഴിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടാവട്ടെ. ഈ പുസ്തകത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും. താങ്ക് യു. മനോരമ ട്രാവലർ 2016 ഒക്ടോബർ മുതൽ 14 മാസത്തോളം മാഗസിനിൽ പ്രസിദ്ധീകരിച്ച ഫിഷ് ട്രെയിൽ ഓഫ് കേരള എന്ന കോളം ഇന്നൊരു പുസ്തക രൂപത്തിലായിരിക്കുകയാണ്. സുഹൃത്തും മലയാള മനോരമ ഫോട്ടോ ജേർണലിസ്റ്റുമായ റസൽ ഷാഹുലാണ് ഈ കോളം മനോരമ ട്രാവലിന് വേണ്ടി ചെയ്തത്. കേരളത്തിലെ 14 ജില്ലകളിലെ വ്യത്യസ്തമായ മീൻപിടുത്ത ശൈലികളും മീൻ രുചികളും വായനക്കാരെ പരിചയപ്പെടുത്തിയൊരു കോളമായിരുന്നു ഇത്. റസലിൻ്റെ ഈ പരിശ്രമത്തിൽ മനോരമ ട്രാവലറിനും വ്യക്തിപരമായി എനിക്കും പങ്കാളിയാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ട്രാവലർ പ്രസിദ്ധീകരിച്ച ഈ കോളം ഒരു പുസ്തക രൂപമായി കൈ കിട്ടിയത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. മീൻ രുചി സഞ്ചാരം എന്ന ഈ പുസ്തകത്തിനും റസൽ ഷാഹുലിനും എല്ലാ വിജയങ്ങളും ആശംസിക്കും. എല്ലാ ഗുരുക്കന്മാർക്കും പ്രണാമം. പരൽമീനുകൾ മുതൽ ചെമ്പല്ലി വരെയുള്ള മീനുകൾക്കൊപ്പം സഞ്ചരിച്ച് 1.5 വർഷം കൊണ്ടാണ് രുചിമീൻ സഞ്ചാരം ഒരുക്കിയത്. ഈ രുചിക്കോട്ട് നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. പടമെടുപ്പിനും എഴുത്തിനും ഒപ്പം അവസരമൊരുക്കി
രുചിയും മീനും യാത്രയും എന്ന ആശയത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച മനോരമ മാനേജ്മെൻറ്റിനോട് ആദ്യമേ നന്ദി പറയുന്നു. മനോരമ ട്രാവലറിൽ 14 ലക്കങ്ങളായി വന്ന ഫിഷ് ട്രയൽ ഓഫ് കേരള എന്ന കോളം എന്ന എരിപുരി രുചി യാത്രയാണ് രുചിമീൻ സഞ്ചാരമായി സമാഹരിച്ച് DC ബുക്സ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. വളരെ മുന്നേ പിൻകുറിപ്പ് എഴുതി നൽകിയ വിഖ്യാത എഴുത്തുകാരി അനിത നായർ. അനിത ചേച്ചിയുടെ രുചികൾ പോലെ അത് മനോഹരമായി, നിറയെ സ്നേഹം. കൂട്ടുകാർക്കൊപ്പം മീൻ പാചകം ചെയ്ത് കഴിച്ചു തുടങ്ങിയ രുചിയാത്രയെ പ്രോത്സാഹിപ്പിച്ച എല്ലാ സുമനസുകളോടും വലിയ സ്നേഹം രേഖപ്പെടുത്തുകയാണ്. മിസോറാമിലെ ഐസോൾ രാജ്ഭവനിലിരുന്ന് പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ച ബഹുമാന്യനായ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള സാറിൽ നിന്നും ഇങ്ങകലെ 4000 കിലോമീറ്റർ ദൂരെ തൃശ്ശൂരിലിരുന്നാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ശ്രീ TN പ്രതാപൻ MP സ്വീകരിച്ചത്. പുസ്തകത്തിനായി 4500ഓളം കിലോമീറ്റർ യാത്ര ചെയ്തതും ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. ശ്രീധരൻപിള്ള സാറിനോടും പ്രതാപേട്ടനോടുമുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. അടുപ്പിടിക്കുകയും പാചകം ചെയ്തും കൊതുകളയ്ക്കുന്ന രുചിക്കുറിപ്പുകൾ നൽകിയും കേരളത്തിൻ്റെ മീൻ ആരാധകർ ഒപ്പം നിന്നു. അവരെയെല്ലാം സ്നേഹത്തോടെ വലയിൽ കോരിയെടുക്കുന്നു. അവതാരിക എഴുതി പുസ്തകത്തെ പരിചയപ്പെടുത്തിയ സഹോദരതുല്യമായ വാത്സല്യം ചൊരിയുന്ന ശ്രീ CV ബാലകൃഷ്ണൻ, അധ്യക്ഷനും പ്രമുഖ പത്രപ്രവർത്തകനും സംഘാടകനുമായ പ്രിയപ്പെട്ട ശ്രീ കമാൽ വഴുതൂർ, കോവിഡ് കാലത്തെ വെർച്വൽ പ്രകാശന ചടങ്ങിന് സന്മനസ് കാണിച്ച് വലിയ തിരക്കുകൾക്കിടയിലും സന്ദേശം റെക്കോർഡ് ചെയ്ത് അയച്ചു തന്ന ബഹുമാന്യരായ സഖാവ് MA ബേബി, വിശേഷണങ്ങൾക്ക് അതീതനായ ശ്രീ P അബ്ദുൽ സമദ് സമദാനി സാഹിബ്, പ്രിയങ്കരനായ ശ്രീ M മുകുന്ദേട്ടൻ, മലയാള മനോരമ തൃശൂർ ചീഫ് ന്യൂസ് എഡിറ്റർ PA കുര്യാക്കോസ് സാർ, ലോകസഞ്ചാരി ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹം അടുത്ത യാത്രയുടെ ഒരു ഒരുക്കത്തിന്റെ തിരക്കിന് ഇടയിൽ നിന്നാണ് ഈ ആശംസാ സന്ദേശം അയച്ചു തന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. മായാജാലത്തിലൂടെ മനസ്സുകളെ സ്വാന്തനപ്പെടുത്തുന്ന ശ്രീ ഗോപിനാഥ് മുതുകാട്, ഫിഷ് ട്രയൽ ഓഫ് കേരളയുടെ ചിത്രപ്രദർശനം കണ്ട് പുസ്തകമാക്കണമെന്ന് എന്നോട് ആദ്യം പറഞ്ഞത് എന്നെ എന്നും വിസ്മയിപ്പിച്ച ഫ്രെയിമുകൾ ഒരുക്കുന്ന ഛായാഗ്രാഹകൻ ശ്രീ വേണുചേട്ടൻ, പുതിയ സിനിമയുടെ തിരക്കുകൾക്കിടയിൽ നിന്ന് ആശംസകൾ നൽകിയ ആരാധ്യരായ പ്രിയങ്കരായ ചലച്ചിത്ര പ്രവർത്തകരായ ശ്രീ ജോയ് മാത്യു. ജോയിയേട്ടനാണ് ഏറ്റവും ആദ്യം ആശംസ സന്ദേശം അയച്ചു തന്നത്. പ്രിയപ്പെട്ട ശ്രീ ലാൽ ജോസ്, ശ്രീ ബിജു മേനോൻ, ശ്രീ ജയസൂര്യ, മനോരമ ട്രാവലറിന്റെ എഡിറ്റർ ശ്രീ ബിനോയ് K ഏലിയാസ് എന്നിവരോടെല്ലാം നന്ദി വാക്കുകളിൽ ഒതുക്കാനാവില്ലെങ്കിലും ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. ഒറ്റ SMS സന്ദേശത്തിൽ ഫിഷ് ട്രയൽ ഓഫ് കേരള പുസ്തകമാക്കാമെന്ന് സമ്മതിച്ച ശ്രീ രവി DC നന്ദി പറയുകയാണ്. രവിയേട്ടനുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. ക്ഷമയോടെ 2 വർഷക്കാലം എൻ്റെ ശല്യപ്പെടുത്തലുകൾ സഹിച്ച് ഈ പുസ്തകം ഇറങ്ങുന്നവരെ ഒപ്പം നിന്ന DC ബുക്സിന്റെ ഡെപ്യൂട്ടി എഡിറ്ററും എൻ്റെ മുൻ സഹപ്രവർത്തകനുമായ ശ്രീ രാംദാസ്, മീനുകൾ ഒഴുകുന്ന മനോഹരമായ കവറൊരുക്കിയ ആർട്ടിസ്റ്റ് വിശാഖരാജ് എന്നിവരോടെല്ലാം നന്ദിയും സ്നേഹവും പറയുന്നു. കല്ലായിപ്പുഴയോരത്തെ മീൻതോണിയിൽ നടത്താനിരുന്ന പുസ്തക പ്രകാശനം കൊറോണക്കാലം നമ്മളെ ഇങ്ങനെ ഈ ഒരു ലോകത്ത് ഒരുമിപ്പിച്ചു. ഒപ്പം കൊതിയുടെ കനലിൽ ചുട്ട മീൻ കഥകൾ പറഞ്ഞു തന്ന നിങ്ങൾക്കെല്ലാവർക്കുമായി ഇതാ ഈ പുസ്തകം സമർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.